മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം വൈഷ്ണവി. ഇന്നത്തെ വീഡിയോ ഞാനൊരു ഹെയർ ഗ്രോത്ത് ടോണർ റെഡിയാക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് തന്ന ഒരു ടോണറാണ് കേട്ടോ. ഈ ടോണർ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് ഒരു 1 വീക്ക് 2 വീക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. അതേപോലെ നിങ്ങളുടെ ഹെയറിൽ വല്ല ഡാൻഡ്രഫ് ഇഷ്യൂ, അതേപോലെ ഭയങ്കരമായിട്ട് മുടികൊഴിച്ചിലുണ്ട്, നല്ല ഇച്ചിങ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കുറയ്ക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹെയർ ടോണർ റെഡിയാക്കാൻ പോകാം. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ടോണർ റെഡിയാക്കാൻ വേണ്ടി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് തേയില, കറിവേപ്പില, ഗ്രാമ്പു, വേപ്പില, ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. തേയിലപ്പൊടി നിങ്ങൾ എപ്പോഴും നോർമൽ തേയില ഉപയോഗിക്കാൻ ശ്രമിക്കുക. മസാല തേയില ഉപയോഗിക്കാതിരിക്കുക, നോർമൽ തേയില ഉപയോഗിക്കുക. അതേപോലെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ഡാൻഡ്രഫ് ഇഷ്യൂസ് മാറ്റാനും, അതേപോലെ നിങ്ങളുടെ ഹെയറിനെ ഭയങ്കരമായിട്ട് ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ, അതേപോലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നമ്മുടെ പരിസരത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരു 2 വീക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഹെയർ ടോണറാണ്. അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് ഈ ഹെയർ ഗ്രോത്ത് ടോണർ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ കറിവേപ്പിലയും വേപ്പിലയും ഈ ഗ്രാമ്പും കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. നമ്മൾ അതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേയിലപ്പൊടി ആഡ് ചെയ്യാണ്. നമുക്കൊരു 3 സ്പൂണ്, നിങ്ങളുടെ സ്പൂണിൻ്റെ അളവിന് എടുക്കാം. എൻ്റെ ഇപ്പം ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഞാനൊരു 3-4 സ്പൂൺ തേയിലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 4 സ്പൂൺ തേയിലപ്പൊടി ഇപ്പം ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുവാണെങ്കിൽ അത് 1 ഗ്ലാസ് വെള്ളമായിട്ട് തിളപ്പിച്ചെടുക്കണം. സോ ഇപ്പം നമ്മൾ നമ്മുടെ കറിവേപ്പിലയും വേപ്പിലയും ഗ്രാമ്പും ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തത്. ഈ 2 കപ്പ് വെള്ളം നല്ല പോലെ തിളച്ച് 1 കപ്പ് വെള്ളമായിട്ട് ആകുമ്പോൾ നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ല തണുത്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നല്ലപോലെ തിളച്ച ആ സത്തൊക്കെ നമ്മൾ ഈ കറിവേപ്പിലയുടെയും ഗ്രാമ്പൂവിലെയും തേയിലയുടെയൊക്കെ സത്ത് നല്ല പോലെ ഇറങ്ങിയാലാണ് ആ ടോണർ ഒന്ന് ആ ടോണറിൻ്റെ കറക്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്, അത് പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കാണാം എന്താണ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതെന്ന് കേട്ടോ. അതും നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ അടിപൊളി ഒരു സാധനമാണ്. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് അതെന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ചേർക്കുന്നതെന്ന് മനസ്സിലാവും. ഇത് തിളച്ച് വരുമ്പോൾ ഒരു അടിപൊളി മണമാണ് കേട്ടോ. നമ്മുടെ അടുക്കള ഫുൾ ഇപ്പം ഇതിൻ്റെ മണമാണ്. നല്ല തേയിലയുടെയും ആ വേപ്പിലയുടെയും കറിവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ കൂടെ ഒരു നല്ല മണമുണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇപ്പം നമ്മുടെ ഹെയർ ഗ്രോത്ത് ടോണർ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ നമ്മൾ അരിച്ചെടുത്ത് നല്ല പോലെ വെന്ത് എല്ലാ സത്തും ഇറങ്ങിയിട്ടുണ്ട്. അരിച്ച് തന്നെ എടുക്കുക. അരിച്ചെടുത്തില്ലെങ്കിൽ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലിരുന്ന് ഇച്ചിങ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇച്ചിങ് കുറയാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും അരിച്ച് തന്നെ ഉപയോഗിക്കുക. ലാസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. വെള്ളമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയർ ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഫില്ല് ചെയ്തത്. ഇത് നിങ്ങളിനി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 ആഴ്ച, 1-2 ആഴ്ച, മാക്സിമം 2 ആഴ്ച യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1 ആഴ്ച. ഞാൻ ചിലപ്പോഴൊക്കെ 1 ആഴ്ചത്തേക്ക് മാത്രം റെഡിയാക്കാറുണ്ട്, അല്ലെങ്കിൽ 2 ആഴ്ചത്തേക്ക്. ഇപ്പം ഇതുപോലത്തെ 2 ബോട്ടിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് 2 ആഴ്ച യൂസ് ചെയ്യാനുള്ളത് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രിയിൽ യൂസ് ചെയ്യുക. നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു 1 മണിക്കൂർ മുമ്പേ തലയിലൊക്കെ നല്ലപോലെ, സ്കാൽപ്പിലൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലപോലെ ഒരു മസാജ് കൊടുത്തിട്ട്
എന്തായാലും ഒരു വെള്ളമയം കാണുമല്ലോ, ആ വെള്ളമയം ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതേപോലെ ഫ്രിഡ്ജിൽ വെക്കുമ്പം ഇതിന് നല്ല തണുപ്പായിരിക്കും. ഇതിന്റെ തണുപ്പ് മാറിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുക. കാരണം ഞാൻ ആദ്യം ചെയ്ത സമയത്ത് മടി കാരണം പെട്ടെന്ന് തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഹെയറിൽ സ്പ്രേ ഒക്കെ ചെയ്യുമായിരുന്നു സ്കാൽപ്പിൽ. അപ്പോൾ എനിക്ക് പനി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തണുപ്പൊക്കെ നല്ല പ്രശ്നമുള്ളവരാണ് എങ്കിൽ ഉറപ്പായിട്ടും ഇത് ഫ്രിഡ്ജിൽ നിന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനും കുറച്ച് മുമ്പേ എടുത്തു വെച്ച് തണുപ്പൊക്കെ മാറ്റിയിട്ട് ഹെയറിൽ സ്പ്രേ ചെയ്ത് അത്യാവശ്യം സ്കാൽപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് നല്ലൊരു മസാജ് കൊടുത്ത് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം മുടി നിങ്ങൾ എങ്ങനെയാണോ കെട്ടിവെക്കുന്നത് അങ്ങനെ കെട്ടിവെച്ച് ഉറങ്ങുക. എല്ലാ ദിവസവും യൂസ് ചെയ്യുക. അടിപൊളിയാണ്. നിങ്ങൾ എന്നും യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നോർമലി എങ്ങനെയാണോ ഹെയർ വാഷ് ചെയ്യുന്നത്, ചിലപ്പോൾ ചിലവർ 2 ദിവസം ഇടവിട്ട് 3 ദിവസം ഇടവിട്ട് ഒക്കെ ഹെയർ വാഷ് ചെയ്യുന്നവർ കാണുമല്ലോ, അവർക്ക് അതേ രീതിയിൽ ഫോളോ ചെയ്യാം. ഇത് എന്നും ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നും ഹെയർ വാഷ് ചെയ്യണം എന്നൊന്നുമില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ഹെയർ ഒഴിച്ചിലിനെ നല്ലപോലെ കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും താരം മാറാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. നിങ്ങളൊരു മാസമൊക്കെ ഒന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടിയൊക്കെ നല്ല കൊഴിയുന്ന സമയത്ത് ഞാൻ ഇതൊരു യൂട്യൂബിൽ കണ്ട് പഠിച്ചതാണ്. ഞാൻ യൂട്യൂബിൽ ഒരു ചേച്ചി ചെയ്യുന്ന കണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് തോന്നുന്നത് 3-4 വർഷം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നിർത്തി. ഇപ്പം കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ലായിരുന്നു. വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കാരണം എനിക്കിപ്പം വീണ്ടും കുറച്ച് മുടി കൊഴിച്ചിലൊക്കെ വന്നു തുടങ്ങി. അപ്പം ഞാൻ വീണ്ടും യൂസ് ചെയ്യാൻ പോവാണ്. നിങ്ങളും യൂസ് ചെയ്യുക. എനിക്ക് ഉറപ്പുണ്ട് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയോ ഇല്ലയോ, അതേപോലെ ഇങ്ങനത്തെ വല്ല പുതിയ ടിപ്സ് വല്ലതും ഉണ്ട്, ഹെയർ ഗ്രോത്തിന് പറ്റിയ ടിപ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ അതും കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവർക്കൊക്കെ ഇത് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്. ബൈ.